നമസ്കാരം. മലയാള സിനിമാ താരം കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണയും അവരുടെ കുടുംബവും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയാകാറുള്ളവരാണ്. അഹാനയുടെയും സഹോദരിമാരുടെയും ഓരോ ചെറിയ വിശേഷങ്ങളും ആരാധകർ സന്തോഷത്തോടെ ഏറ്റെടുക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കുടുംബത്തിന് നേരെ ഉയർന്നുവരുന്ന സൈബർ അധിക്ഷേപങ്ങളും ഹേറ്റ് കമന്റുകളും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ദിയ കൃഷ്ണയുടെയും ഹൻസിക കൃഷ്ണയുടെയും വിവാദങ്ങൾ ഈ കുടുംബത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ദിയ കൃഷ്ണയുടെ വിവാദപരമായ ചില പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. താൻ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കില്ലെന്നും വഴിയിൽ കാണുന്നവരെ പരിചയമില്ലാത്തവരെയും അമ്മ എന്ന് വിളിക്കേണ്ട യാതൊരു ആവശ്യവും തനിക്ക് ഇല്ലെന്നുമുള്ള ദിയുടെ പരാമർശം വലിയൊരു വിഭാഗം ആളുകളെയും ചൊടിപ്പിച്ചു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ താരത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. പലരും ഇത് കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെ മാനിക്കാതെ പ്രസ്താവനയായി വ്യാഖ്യാനിച്ചു. അതിനു പിന്നാലെ ഹൻസിക കൃഷ്ണയ്ക്കെതിരെയും വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ലീക്കായതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അത്. താൻ എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പലപ്പോഴും അറിയില്ലെന്നും ഹൻസിക പറയുന്നുണ്ട്. അതൊരു തെറ്റായിരുന്നു എന്നും വേണ്ടത്ര ആലോചനയില്ലാതെ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്തെടുത്ത തീരുമാനമായിരുന്നു ആ പോസ്റ്റ് എന്നും പങ്കുവച്ച ഉടനെ തന്നെ എനിക്ക് അതിൽ ഖേദം തോന്നിയെന്നുമാണ് ഹൻസിക പറയുന്നത്. പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അത് ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നും നിർഭാഗ്യവശാൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സബ്സ്ക്രിപ്ഷന്റെ ഭാഗമായിരുന്ന ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് മറ്റു ചില പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുമാണ് ഹൻസിക പറയുന്നത്. ഇതിൽ താരത്തിന്റെ വെളിപ്പെടുത്തലും വ്യക്തമാക്കിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഹൻസിക ഇത് ചെയ്തതെന്ന് പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൻസിക പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും വിമർശനങ്ങൾ അടങ്ങിയിട്ടില്ല ഇപ്പോഴും. ഈ സംഭവങ്ങൾ കൃഷ്ണകുമാർ കുടുംബത്തിന് പൊതുസമൂഹത്തിൽ വലിയൊരു നെഗറ്റീവ് പ്രതിച്ഛായയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അഹാന കൃഷ്ണയ്ക്കെതിരെയും പരിഹാസങ്ങളും ട്രോളുകളും വരുന്നത്. തങ്ങളുടെ വീട്ടുവളപ്പിൽ റംബൂട്ടാൻ പഴങ്ങൾ കാഴ്ചതിന്റെ വീഡിയോ അഹാന പലപ്പോഴായി പങ്കുവയ്ക്കാറുള്ളതാണ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. വീഡിയോയിൽ അഹാന ഒരു റംബൂട്ടാൻ പഴം കഴിക്കുന്നതും കാണാം. എന്നാൽ ഒരു ചെറിയ പഴം കഴിക്കുന്നതിനിടെ അഹാന കാണിച്ച അമിതമായ ഭാവങ്ങളും എക്സ്പ്രഷനുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സാധാരണ ഒരു പഴം കഴിക്കുമ്പോൾ കാണിക്കാത്ത അനാവശ്യമായ അഭിനയമാണ് അഹാന നടത്തിയതെന്ന് നെറ്റിസൺസ് ആരോപിക്കുന്നുണ്ട്. താരം ആദ്യമായല്ല റംബൂട്ടാൻ കഴിക്കുന്നത്. എന്നിട്ടും ഇത്രയധികം നാടകീയത എന്തിനാണെന്നാണ് പലരും ചോദിക്കുന്നത്. സിനിമാ രംഗത്ത് അവസരങ്ങൾ കുറയാൻ കാരണം ഇത്തരത്തിലുള്ള അമിതമായ ഭാവപ്രകടനങ്ങൾ തന്നെയാണെന്ന് പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട്. അഹാനയുടെ അഭിനയ രീതിയെ പലപ്പോഴും ഒരു വിഭാഗം പ്രേക്ഷകർ അമിതമായ നാടകീയമെന്ന് വിശേഷിപ്പിക്കാറുള്ളതാണ്. റംബൂട്ടാൻ പഴം കഴിക്കുന്ന വീഡിയോയിലോ സോഷ്യൽ മീഡിയ റീലുകളിലോ താരം കാണിക്കുന്ന ഭാവങ്ങൾ പലപ്പോഴും സ്വാഭാവികമായി തോന്നാറില്ല. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രസീവ് ശൈലി സിനിമയിലേക്ക് വരുമ്പോൾ ചലച്ചിത്ര കഥാപാത്രത്തിന് അസ്വാഭാവികത നൽകുന്നു എന്ന് വിമർശിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. നാൻസി റാണി പോലുള്ള സിനിമകളിലെ പ്രകടനത്തിന് ട്രോളുകൾ നേരിട്ടതും ഇത്തരം അഭിനയത്തിലെ പാളിച്ചകൾ കൊണ്ടാണെന്നും വിമർശിക്കുന്നവരുമുണ്ട്. അഹാന അഭിനയിച്ച ചലച്ചിത്രങ്ങൾ ഉദാഹരണത്തിന് ഞാൻ, സ്റ്റീവ് ലോബ്സ്, ലൂക്ക, അടി എന്നിവ പരിശോധിച്ചാൽ താരം തിരഞ്ഞെടുത്തത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണെന്ന് കാണാനാകും. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങൾ ആയിരുന്നില്ല. ഇത് കരിയറിലെ അവസരങ്ങൾ കുറയ്ക്കാൻ കാരണമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാച്ചുറൽ അല്ലാത്ത അഭിനയ രീതി പൊതുവെ ആളുകൾ അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് അഹാനയുടെ കരിയറിലെയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അതേസമയം അഹാനയെ അനുകൂലിച്ചും ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരാൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് മറ്റൊരാൾക്ക് എന്തുകൊണ്ട് ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നു എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അഹാനയുടെ സ്വതസിദ്ധമായ ശൈലിയിലാണ് ഇതെന്നും വർഷങ്ങളായി ഇവരെ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് അറിയാം. താരം എപ്പോഴും ഇത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ടാണ് പെരുമാറാറുള്ളതെന്നും അനുകൂലിക്കുന്നവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ന്യായീകരണങ്ങൾക്കിടയിലും അമിതമായ ഭാവപ്രകടനങ്ങൾ നടത്തുന്ന താരമാണ് അഹാന എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് വീഡിയോയിൽ കൂടുതലായി കാണാൻ സാധിക്കുന്നത്. സിനിമാ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അഹാനയ്ക്ക് അത്ര വലിയ ഉയർച്ചകളൊന്നും അവകാശപ്പെടാൻ ഇല്ല. വർഷങ്ങളായി സിനിമയിൽ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ. നാൻസി റാണി എന്ന ചിത്രത്തിലെ അഹാനയുടെ അഭിനയം വലിയ തോതിൽ ട്രോളുകൾ നേരിട്ടിരുന്നു. സിനിമാ രംഗത്ത് അവസരങ്ങൾ കുറവാണെന്നത് അഹാന തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ സിനിമകൾ കിട്ടുന്നില്ല എന്ന പേരിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് അഹാന വ്യക്തമാക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി ഷൈൻ ടോം ചാക്കോ നായകനായ അടി എന്ന സിനിമയിലാണ് അഹാന ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത്.
ഈ സിനിമയിലെ പ്രകടനം താരത്തിന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് അഹാന കൃഷ്ണ ഇന്ന് ഏറെ പ്രശസ്തിയും വരുമാനവും നേടുന്നത്. ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും വഴി താരം വലിയൊരു ആരാധക ബന്ധത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ മാത്രം അറിയപ്പെടാൻ അഹാനയ്ക്ക് തീരെ താല്പര്യമില്ല. അടുത്തിടെ അഹാന നടി എന്ന നിലയിൽ നിന്നും ഇൻഫ്ലുവൻസറായി കരിയർ സ്വിച്ച് നടത്തി എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി അഹാന തന്നെ നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തു. താൻ ഒരിക്കലും കരിയർ സ്വിച്ച് നടത്തിയിട്ടില്ലെന്ന് അഹാന ഉറപ്പിച്ച് പറയുന്നുണ്ട്. തന്നിലെ കഴിവുകൾ വിവിധ മേഖലകളിൽ പരീക്ഷിച്ചത് മാത്രമാണ് ചെയ്തതെന്നും താൻ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അതിന് പിന്നിലെന്നും താരം വ്യക്തമാക്കിയിരുന്നു. താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായി ഒരു ആക്ടർ എന്ന നിലയിൽ നടി എന്ന് വിളിക്കുവാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അഹാന അന്ന് വെളിപ്പെടുത്തിയിരുന്നു. സിനിമയും സോഷ്യൽ മീഡിയയും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴും തനിക്ക് ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകളെ പലപ്പോഴും അഹാന തന്റേതായ ശൈലിയിൽ നേരിടാറുണ്ട്. എങ്കിലും കൃഷ്ണകുമാർ കുടുംബത്തിന് നേരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങൾ അഹാനയെയും ബാധിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ്. ഒരു അഭിനേത്രി എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ വിവാദങ്ങളും സോഷ്യൽ മീഡിയ ട്രോളുകൾക്കും കാരണം നിഴലിലാവാറുണ്ടെന്നും അഹാനയുടെ കരിയറിലെ പ്രധാന ചോദ്യചിഹ്നമാണ്. എന്തായാലും വിമർശനങ്ങളെയും വിവാദങ്ങളെയും വകവയ്ക്കാതെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങളുമായി മുന്നോട്ടു പോകാനാണ് അഹാനയുടെ ശ്രമം. സൈബർ ലോകത്തെ ഈ തർക്കങ്ങൾക്കിടയിലും സ്വന്തം നിലപാടുകൾ തുറന്നു പറയുവാൻ മടിക്കാത്ത താരമാണ് അഹാന എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വരും നാളുകളിൽ ഈ വിവാദങ്ങൾ താരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ച് ആരാധകർക്ക് ഏറെ സംശയമുണ്ട്. അത് കാത്തിരുന്നു തന്നെ കാണാം.